ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പങ്കെടുക്കുന്നത് കൊണ്ട് അവർക്ക് പലർക്കും എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ പോലും എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ബഹുമാന്യായ ഫ്രാൻസിസ് ബിഷപ്പുമായി സംസാരിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. എങ്കിൽ പോലും കേരള പ്രദേശ് കളിക്കുന്ന ആളുകൾ ഈ മേഖലയിലുണ്ട്. അത് റവന്യൂവിലായാലും വിദ്യാഭ്യാസത്തിലായാലും പോലീസിലായാലും ഒക്കെ തന്നെ അത്തരമുള്ള ആളുകളുടെയൊക്കെ ഒരു വ്യത്യസ്തമായ സ്വഭാവം എന്ന് പറയുന്നത് തികച്ചും സത്യസന്ധമായി അർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആ തരത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവരെയൊക്കെ ആ നിലയിൽ എത്തിക്കുന്നതിൽ ബിഷപ്പും സഭയും വഹിച്ചിട്ടുള്ള വലിയൊരു പങ്ക് ഈ തരുണത്തിൽ പ്രത്യേകം ഓർമ്മിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാന്യായ ബിഷപ്പിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. നമസ്കാരം. ജീവിതകാല നേതൃത്വം നൽകിയ അഭിമന്യ തിരുമേനിയുടെ വിയോഗം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നികത്താനാവാത്ത നഷ്ടമാണ്. ഒരു മിഷണറി എന്ന നിലയിലും ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയിലും മേൽപ്പെട്ടകാലം എന്ന നിലയിലും സഭയുടെ ഒരു മാതൃകയാണ് നമുക്ക് തിരുമേനിയിലൂടെ കാണാനായിട്ട് സാധിച്ചു. നന്ദിപൂർവം നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. പ്രിയ തിരുമേനിയുമായിട്ട് പതിറ്റാണ്ടുകളുടെ പരിചയവും ബന്ധവും എനിക്കുണ്ട്. ആ വാത്സല്യം വളരെയധികം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും തിരുമേനിയുടെ അടുത്ത് ഒരു അവസരം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ അവസരങ്ങളിൽ സാമൂഹ്യ തിരുമേനി ഞങ്ങൾ തളരാതെ നിലനിൽപ്പാനും അത് മാത്രമല്ല ആ വേദനകളിൽ നിന്ന് അകറ്റി ബലപ്പെടുത്തുവാനും തിരുമേനിക്ക് സാധിച്ചു. അതിൽ കൂടിയ തുടർന്ന് നോക്കൽ ഡയസിസ്, കൊച്ചിൻ ഡയസിസ് എന്നുള്ള പേരിൽ അത് തിരുവള്ളക്കാരനെ മാറുവാൻ ഇടയായി. ചുരുക്കമായി പറയുകയാണെങ്കിൽ തിരുമേനിയെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. മിഷണറി ദൗത്യങ്ങൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഉറവിടമായിരുന്നു. അതുപോലെ തന്നെ ആരാധനയോട് പൂർത്തീകരിക്കാതെ ആരാധനയും സമൂഹ ജനത്തിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കിടുകയും ആ ദേശത്തിന് ആ ദേവാലയം അനുഗ്രഹമുള്ളതായി മാറുവാനുള്ള മാർഗങ്ങളിൽ നൽകിത്തന്ന ഒരു തിരുമേനിയായിരുന്നു. ഇപ്പോൾ ആ തിരുമേനി ലോകം വിട്ട് കടന്നുപോയി. ചുരുക്കമായി പറയുകയാണെങ്കിൽ ലൈബ്രറി എന്ന് നമുക്ക് പറയാം. ഏത് കാര്യങ്ങളും ചെന്ന് അന്വേഷിച്ചാൽ അവിടെ നമുക്കതിനുള്ള ഫലം കിട്ടും, ജ്ഞാനം കിട്ടും, അറിവ് ലഭിക്കും, പല മാർഗങ്ങൾ ഉപദേശിക്കും. ഇതാ ലൈബ്രറിയുടെ പ്രവർത്തനം. അങ്ങനെയുള്ള ഒരു ലൈബ്രറിയുടെ സ്ഥാനത്തിരുന്ന തിരുമേനി ഇപ്പോൾ അവസാനിക്കുന്നു. അതായത് ആ ലൈബ്രറി കത്തി നശിച്ചു എന്നുള്ളതാണ്. ഇനി അതിലിരുന്ന് നമുക്കൊന്നും തിരിച്ചെടുക്കുവാൻ സാധിക്കില്ല, അത് അവസാനിക്കുകയും ചെയ്യും. എന്നാൽ ഉറച്ച വിശ്വാസത്തോടെയാണ് തിരുമേനി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തളരാതെ
നിലനിന്ന ഒരു തിരുമേനിയായി. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന അവസരങ്ങളിൽ കപ്പലുകളെ കുറിച്ചെല്ലാം അവിടെ പറയാറുണ്ട്. ഗ്രീക്കുകാർക്ക് റോമാക്കാർക്കും കപ്പൽ ഉണ്ടാക്കുന്നതിൽ അതിസാമർഥ്യമുള്ളവരാണ്. അവരൊരു പുതിയൊരു കപ്പൽ സ്ഥാപിച്ച ആ നിർമ്മാണത്തിൻ്റെ അവസാനമായി ഒരു നങ്കൂരം ആ കപ്പലിന് വേണ്ടി യാത്ര ചെയ്യുന്ന ഞങ്ങളെ കാത്തു സൂക്ഷിപ്പാൻ ആ ദൈവത്തിനോ ദേവിക്കോ സാധിക്കും എന്ന വിശ്വാസത്തിൽ ആ നങ്കൂരത്തിൽ ആ അടയാളം അവരിടും. അതാ കപ്പൽ പണി തീർന്നു കഴിഞ്ഞാൽ ആദ്യമായി കടലിൽ ആ കപ്പൽ ഇറക്കുന്നതിന് മുൻപായി അന്നത്തെ ഒരു ചടങ്ങ് ഇങ്ങനെയായിരുന്നു. അതായത് നങ്കൂരത്തെ, ഈ കപ്പലിൻ്റെ നങ്കൂരത്തെ വലിച്ചുകൊണ്ട് ഒരു വള്ളത്തിൽ കയറ്റി കടലിലോട്ട് അത് നീങ്ങും. അത് മുമ്പിൽ പോയി ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞ ശേഷം അഭിമന്യ തിരുമേനിയും കേരള ഐക്യ വൈദിക സെമിനാരി തമ്മിൽ 5-6 പതിറ്റാണ്ട് കാലത്തെ അഭേദ്യമായ ബന്ധമുണ്ട്. ഈസ്റ്റ് കേരള മഹായിടവയിലെ ബഹുഭൂരിപക്ഷം പാഠക്കാരും പരിശീലനം നേടിയ സ്ഥാപനം എന്ന നിലയിൽ ഇപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന എനിക്ക് വളരെയധികം കടപ്പാട് ഈ മഹായിടവയോടും മഹായിടവക അധ്യക്ഷനോടുമുണ്ട്. അതുകൊണ്ട് തന്നെ സെമിനാരി സമൂഹത്തിൻ്റെ പേരിൽ അഭിമന്യ ഫ്രാൻസിസ് തിരുമേനിയോടും വൈദികരോടും വിശ്വാസികളോടും ഉള്ള അശോചനം ആദ്യമേ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട പലരും വാക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രകടിപ്പിച്ച വളരെ വ്യക്തമായ ഒരു കാര്യം, കർത്താവിന് വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച തിരുമേനിയായിരുന്നു അഭിമന്യ. എൻ്റെ നിർബന്ധമാണ്, എങ്കിൽ മാത്രമേ ഞാൻ തിരുമേനിയോടും ഈ ഡയസിസിനോടും നന്ദി പറയാനായിരിക്കും. കഴിഞ്ഞ സെപ്റ്റംബറിൽ അഭിമന്യ തിരുമേനിയെ കാണാൻ ഞാനും കൊച്ചമ്മയും കൂടി വന്നു. തിരുമേനി അടുത്ത് ടീച്ചറിന് അടുത്ത് പിടിച്ചിരുന്നു. അപ്പം ഞാൻ സെമിനാരി നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നതിന് മുമ്പേ തിരുമേനി ഒരു 10-12 വചനധാര കസേരയുടെ അടുത്തുനിന്നെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്, അധ്വാനിക്കുക, ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുക, അതിൻ്റെ ഫലം ദൈവജനം അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവരാജ്യത്തിനായി നൽകും. അധ്വാനിക്കുക. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും അനുഗ്രഹവും നേടുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. മറ്റൊന്ന്, ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞാൻ അഭിമന്യ സ്ഥാപനത്തിന് വേണ്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയം ഒരു പ്രാവശ്യം തിരുമേനിയെ കണ്ടു. ശുശ്രൂഷയെ മലയാളത്തിലെ 2 വാക്കുകളിൽ വിവരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്ന്, സമന്വയത്തിൻ്റെ വ്യക്തിയായിരുന്നു. സമന്വയം ഏത് കാര്യത്തിനും എല്ലാവരെയും ഒരുമിച്ച് തോളിൽ കൈയിട്ട്, അതേസമയം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനും ദൈവരാജ്യത്തിനും ഒരു പോർണമേൽക്കാതെ സമന്വയത്തിൻ്റെ പാത സ്വീകരിച്ച വ്യക്തി. 2, സമാധാനത്തിൻ്റെ പാത സ്വീകരിച്ച വ്യക്തി. ഞാനിന്ന് ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിക്കുകയും പ്രിൻസിപ്പലായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അച്ഛൻ്റെ പഠനം ഇന്ത്യൻ സഭയ്ക്ക് പ്രയോജനപ്പെടുന്നത്, മരണം വരെ ഇന്ത്യൻ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു. ഞാൻ PhD ചെയ്തു. അഭിമന്യ തിരുമേനി വളർത്തിയവരും അഭിമന്യ തിരുമേനി കൈകാട്ടിയവരും ധാരാളം പേര് എനിക്കൊണ്ട് ലൈവിലൂടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
എല്ലാവരുടെയും മനസ്സിലുള്ള വികാരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനയോടുള്ള നന്ദിയാണ്. അങ്ങനെ സമന്വയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആൾരൂപമായി നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്ന ആ അഭിമാനത്തോടുകൂടി എല്ലാ കുടുംബാംഗങ്ങളെയും, പ്രത്യേകിച്ച് മക്കളെയും മരുമകളെയും കൊച്ചുമക്കളെയും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. കേരള ഐക്യവേദിക സെമിനാരിയുടെ പേരിലുള്ള അനുശോചനം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മുടെ യാത്രയ്ക്ക് സഹായമായിട്ടുള്ള വ്യക്തിയുമാണ് അദ്ദേഹം. റീത്ത് സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചുരുങ്ങിയ വാക്കുകൾ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. I take this opportunity to express our deepest heartfelt condolences to Tirumeni's immediate family, to the extended family, to the East Kerala Diocese, to all the well-wishers and friends. We have been associated with Tirumeni for over 60 years. My father-in-law and Tirumeni went to Union Biblical Seminary in the 60s. And so we have a long-term association with the Tirumeni. I myself have personally known Tirumeni since 1991. കാലാവസാനത്തിന്റെ ലോകിൽ പ്രാപിപ്പാൻ കർത്താവിന്റെ വലിയ ദാസനെ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. മഹായിടവകയോടുള്ള ബന്ധത്തിൽ തുടർന്നും ഇതിനോട് ചേർന്ന് തന്നെ മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ സഭ കൊറ്റനാട് സെൻറ്റ് സ്റ്റീവൻസ് CSI സഭയുടെ ദുഃഖത്തിലും അവരുടേതായിട്ടുള്ള അനുശോചന ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു. ഒരു മഹത്തായ ദൗത്യം പൂർത്തിയാക്കിയിട്ടാണ് തിരുമേനി ഇവിടെ പറയുന്നത്. ഏകദേശം 60 വർഷത്തിലധികം ദൈവവേലയിൽ ആയിരിക്കാനും അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരുപാട് ദൈവിക വൃത്തിയിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞൊരു കാലഘട്ടത്തിൽ ജനിക്കുകയും ഭൂമിശാസ്ത്രപരമായ പ്രതികൂല കാലാവസ്ഥയ്ക്ക് എതിരെ അതിശക്തമായ മുന്നോട്ട് പോകുന്ന ഒരു ജനതയുടെ ഇടയിൽ വളരുകയും ചെയ്ത തിരുമേനി അദ്ദേഹം ഇന്ത്യയുടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ 19 വർഷക്കാലം മുമ്പ് മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും ഹിമാചൽ പ്രദേശിലും അങ്ങനെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിൽ ഏറ്റവും വാർത്താവിതരണ രംഗത്തൊക്കെ വളരെ മോശപ്പെട്ടൊരു സാഹചര്യം നിലനിന്ന ഒരു കാലഘട്ടത്തിൽ ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ദൈവ വേല ചെയ്ത ഒരു കാലഘട്ടം തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സംതൃപ്തിയോടെ മാത്രമേ വിലയിരുത്തുവാൻ കഴിയൂ. To Kerala, I will come and visit him. So on March 27, I came here, met with him, spent few time with him. I could see that half his life was already gone with the death of Kochama. And so he looked so frail and so poorly. But his spirit was never dim, his energy was never dim. He was still continuing to motivate us, and he was continuing to share few verses and trying to challenge us. There are many things I can share about Tirumeni, but I just want to say one thing. One central character is that he was accessible and available all the time for 30 some years that I've known him. Accessibility and availability is such an important aspect of spirituality that reflect the service. വേണ്ടി വന്നു സഭാപിതാക്കന്മാരുടെ അനുവാദം ലഭിക്കുവാനും ഇത് ചെയ്യാമെന്ന തിരുമേനി ഞങ്ങളോട് പറയുകയും ചെയ്തു. ഫെബ്രുവരി 6, 2003 തിരുവല്ലായിൽ ഞങ്ങളുടെ കത്തീഡ്രലിൽ വെച്ച് ബിഷപ്പായി എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. എൻ്റെ പിതാവും മറ്റ് 7 തിരുമേനിമാരും ഉൾപ്പെടെ ഇന്ത്യയിലും ഏഷ്യയിലെ രാജ്യങ്ങളിലും ആയിരക്കണക്കിന് ഇന്ത്യൻ
സഭകളായി പ്രവർത്തിക്കുമ്പോൾ തിരുസഭയുടെ ഭാഗമായി തീരണം എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടായപ്പോഴാണ് ഇതിന് ആരംഭിച്ചത്. ആ ഫെബ്രുവരി 6-ാം തീയതി ആ ശുശ്രൂഷ എനിക്ക് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് എൻ്റെ എല്ലാ സൗകര്യങ്ങളും മീറ്റിംഗ് അവസാനിച്ച് എല്ലാ തീരുമാനവും ആളുകളും യാത്ര പറയുമ്പോൾ ഞങ്ങളുടെ ആളുകൾ നമുക്കെല്ലാം യാത്ര ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തുക 5000 രൂപ കൊടുക്കുന്നതിൻ്റെ ഓർമ്മ ശരിയായിരുന്നു. പക്ഷേ അവർ മകനുകൊണ്ടിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ ഒരു ദിവസം വെറുതെ 50 സമയത്ത് പ്രാർത്ഥനയിൽ എൻ്റെ ഓർമ്മ ശരിയായിട്ടുണ്ടായിരുന്നു. കഥാപാത്രങ്ങളാണ് ചെയ്തത്. പക്ഷേ ഇത് എനിക്ക് ഒത്തിരി തെറ്റിദ്ധാരണയും വേദനയും ദുഃഖവും നഷ്ടമായിരിക്കും. നിങ്ങളുടെ അമൂല്യമായ ദൈവമായ പ്രതിഫലം വാങ്ങി ക്രിസ്ത്യൻ ചർച്ചിനെ ഞാൻ സഹായിച്ചു എന്ന ആരും പറയേണ്ടതായിരുന്നു. ഇതാദ്യമായിട്ടാണ് ഞാൻ അവസരമായിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നത്. ഇന്ന് ലോകത്തിലെ 18 രാജ്യങ്ങളും ഈ ഭൂമി ആരോടെങ്കിലും ഞങ്ങളുടെ സഭയ്ക്ക് എന്നും എന്തെങ്കിലും കടപ്പാട് ഉള്ളതിന് അന്ന് പ്രിയമാണ്. ഞങ്ങളുടെ വിശ്വാസം ഒരാൾ നയിച്ചു പോയി വേറെ ഇന്ന് നമ്മുടെ പിതാവ് കർത്താവായ യേശുവിന്റെ സാന്നിധ്യമായിരിക്കുന്നു മാത്രമല്ല, താൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിന് താൻ ഒരു സൈന്റ് ആയിരുന്നു എന്നും ആയിരിക്കും. തുടർന്ന് പിതാവിന്റെ ചുവടുകളിൽ വരുവാൻ നമുക്ക് ദൈവം ചെയ്യട്ടെ. എൻ്റെ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന കർത്താവേ, ഈ പിതാവിനെ ഒരു പാട്ടിൻ്റെ ഒരു ചരണം പാടുന്ന വേളയിൽ റീത്ത് സമർപ്പിക്കാനുള്ളവർക്ക് നമ്മളോട് റീത്ത് സമർപ്പിക്കാവുന്നതാണ്. രാഗസംഘത്തിൻ്റെ പാട്ടിൻ്റെ ചരണം പാടുന്ന അവസരത്തിൽ റീത്ത് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ
അധ്യാപികനായ കെ പി യോഹന്നാന്റെയും അധ്യാപകനായ പൗലോസിന്റെയും മറ്റ് തിരുമേനിമാരെ, ഇവിടെ എത്തിയിട്ടുള്ള രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള മാന്യ വ്യക്തിത്വങ്ങൾ, നല്ലവരായ വൈദികരും സഭാവിശ്വാസികൾ, സാമൂഹ്യയുടെ അടുത്ത ബന്ധുമിത്രാദികൾ, അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ വ്യചനിക്കുന്ന വേദനിക്കുന്ന ഈ നാട്ടിലെ എൻ്റെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഞാൻ 1980 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ വന്ധ്യനായ സ്വാമിത്രിനി ഈ പള്ളിയുടെ വിചാരിക്കും. അദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ട് പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ എത്രയോ പ്രാവശ്യം കടന്നു വരാനും പ്രാർത്ഥിക്കാനും അവസരം ലഭിച്ചു എന്ന കാര്യം നന്ദിയോട് ഞാൻ സ്മരിക്കുകയാണ്. 80 എൻ്റെ വിജയം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഭൂരിപക്ഷമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം തന്നെയാണ് സാമൂഹ്യത്തിന് തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ടാണ് ഞാൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും എന്ന് എനിക്ക് ബോധ്യമാണ്. ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം അന്ന് തുടങ്ങി വെച്ച ആ ദൗത്യം മാത്രമേ. അദ്ദേഹം 90 ഉണ്ടായിരുന്നു ഡെപ്യൂട്ടി മോഡറേറ്ററായി. 2002 അദ്ദേഹം മോഡറേറ്ററായി. 2 പ്രാവശ്യം മോഡറേറ്ററായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി, ഇവിടെ മാത്രമല്ല നമ്മുടെ ഇടുക്കി മലയോര മേഖലയിലെ ക്രൈസ്തവ സമൂഹം സ്മരിക്കാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ അവസാനമായി കണ്ടത് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയനിയായ കൊച്ചപ്പേട് നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ ഞാൻ വന്നപ്പോൾ ഏറ്റു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചാടി എഴുന്നേറ്റ് നിൽക്കാൻ പിതാവ് തിരുമേനി ശ്രമിച്ചു. ഞാൻ അദ്ദേഹത്തെ അടുത്ത് എന്ന് പിടിച്ചിരിക്കും. അനൗൺസ്മെന്റ് KL 05 AF 115 എന്ന ട്രാവലർ പ്രാസിഡിന്റെ മുമ്പിൽ നിന്ന് മാറ്റി പാർട്ടിയുടെ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. KL 05 AF 115 ട്രാവലർ ഡോക്ടർ ഉമ്മർമാണി ചാക്കോബായ സൊസൈറ്റി ഇന്ത്യ ഫോർവേഡ് ജനറൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ സ്നേഹിക്കുകയും വേദോസ്തക സമൂഹവും ആയിട്ട് ബന്ധപ്പെട്ട നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരനും സഹോദരികളുമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് കുറെ വാക്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിയെ കുറിച്ച് സംസാരിക്കാൻ ബന്ധപ്പെട്ടതായിട്ടുള്ള വ്യക്തിയാണ്. അത് പലർക്കും അറിയാം. 2 കണ്ണികളാണ് എൻ്റെ ഈ കേരള ഡയസിനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളൂ. എൻ്റെ പിതാവ് ഇവിടുത്തെ അച്ഛനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈസ്റ്റ് കേരള ജി.കെ. ആന്റണി കൂടത്തിക്കൽ അച്ഛനാണ്. അദ്ദേഹം നിങ്ങളുടെ തന്നെ ഒരു അച്ഛനാണ്. ഞങ്ങൾ അച്ഛനെ കേരള ഓക്സിലറി സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു. ഏകദേശം 1 വർഷം മുമ്പായിരുന്നു. ഈ ദേവാലയത്തിൽ തന്നെ വെച്ചായിരുന്നു അച്ഛൻ്റെ ഇൻസ്റ്റലേഷൻ സർവീസ്. തിരുമേനി എന്നെ വിളിച്ചു, വ്യക്തിപരമായിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ഏതായാലും എല്ലാം കഴിഞ്ഞുകൊണ്ടുള്ളൂ, എൻ്റെ കൂടെ കൊച്ചുവേൻ്റെ കൂടെ കുറേ സമയങ്ങൾ ചെലവഴിക്കണം, അച്ഛനും കൊച്ചുവേനും 2 പേരും വരണം എന്നുകൊണ്ട് നിർബന്ധമായിട്ട് അദ്ദേഹം എന്നെ വ്യക്തിപരമായിട്ട് വിളിച്ചു. പല കാര്യങ്ങളും സംസാരിച്ചു. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, ബൈബിൾ സൊസൈറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ വളരെ ക്ലിയറായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് തിരുമേനിയോട് ഓർമ്മിച്ച പ്രാർത്ഥിച്ചാണ്. ഞാൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയും വിളിച്ചൊല്ലി. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ബെനഡിക്ഷൻ, തിരുമേനി
പറയട്ടെ. ഉടനെ തിരുമേനി എന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അച്ഛ ഞാനല്ല ബെനഡിക്ഷൻ പറയാൻ പോകുന്നത്, അച്ഛൻ ബെനഡിക്ഷൻ പറയണം. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതയാത്രയിൽ, പ്രത്യേകിച്ച് പട്ടണ ശുശ്രൂഷയിൽ, ഒരു തിരുമേനി ഇരിക്കുമ്പോൾ ഒരു അച്ഛൻ ബെനഡിക്ഷൻ പറയുന്നു. തിരുമേനിയെ ബഹുമാനിക്കണമല്ലോ. അതുകൊണ്ട് കൊച്ചമ്മ എനിക്ക് മേലായിക്കാൻ തന്നെ കൊച്ചമ്മ പതുക്കെ എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരികയും അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ഇൻസ്പിറേഷൻ സർവീസിന് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വരും. ഞാൻ വളരെ കൃതാർത്ഥ ഇങ്ങനെയായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഏകദേശം 6 വർഷം അദ്ദേഹം പ്രസിഡന്റായിട്ട്, നാഷണൽ പ്രസിഡന്റായിട്ട് ഇരിക്കുകയും 1992 to 1995 വരെ നമ്മുടെ കേരള ഓക്സിലറി പ്രസിഡന്റായിട്ടും അദ്ദേഹം സേവനം ചെയ്തു. ഈ സമയത്തൊക്കെയും ബൈബിൾ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടു, വളരെ സമയം ചെലവിട്ടു. ഞാൻ ഈ പ്രമാണിക് BK പ്രമാണിക് എന്ന വ്യക്തിയോടും തിരുമേനിയുടെ മരണവാർത്ത അറിയിച്ചു. അപ്പോൾ അദ്ദേഹവും എന്നോട് പറഞ്ഞു, എൻ്റെ പ്രസിഡന്റായിരുന്നു എന്നെ അഡ്വൈസ് ചെയ്തതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു KJ സാമുവൽ തിരുമേനി. അച്ഛൻ ശുശ്രൂഷയ്ക്ക് പോവുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ കണ്ടോളൻസസ് ഫാമിലിയെ അറിയിക്കണമെന്ന് എൻ്റെ BK പ്രമാണിക്, ഡോക്ടർ BK പ്രമാണിക്ക് ബൈബിൾ സൊസൈറ്റി ഇന്ത്യയുടെ ചുമതലയിൽ സീമോ നാഗാലാൻഡുകാരനാണ്. അദ്ദേഹം ചുമതലയെടുത്തു. അദ്ദേഹം ഇല്ല, വിയറ്റ്നാമിലാണ്. അദ്ദേഹവും എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഹാർട്ട്ഫുൾ കണ്ടോളൻസസ്. ഈ സർവീസ് നയിച്ചാടുന്നതിന് വളരെ കഷ്ടതയും പ്രയാസങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ കിടക്കുന്നത്. തിരുമേനി പറയുന്ന സ്റ്റേറ്റ്മെന്റാണ്, യു ക്യാരി ദ ബൈബിൾ വിൽ ക്യാരി യു. ആ മനോഹരമായിട്ടുള്ള വാക്യം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത് തീർന്നിരിക്കുകയാണ്. നിങ്ങൾ വേദപുസ്തകം എടുത്തുകൊണ്ട് നടക്കുക, പിന്നെ വേദപുസ്തകം നിങ്ങളെ എടുത്തുകൊണ്ട് നടന്നുകൊള്ളൂ എന്നുള്ള അത്രയ്ക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ദേഹമായിരുന്നു KJ സാമുവൽ തിരുമേനി. ബൈബിൾ സൊസൈറ്റി ഇന്ത്യയുടെ ഈ പ്രസിഡന്റ് പദവി അലങ്കരിച്ച സമയത്ത്, അത് കഴിഞ്ഞ് കേരള ഓക്സിലറിയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച സമയത്തൊക്കെ ബൈബിൾ സൊസൈറ്റിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള ശുശ്രൂഷയും പ്രവർത്തനവും അദ്ദേഹം കാഴ്ചവെച്ചു. ഞങ്ങൾ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും നന്ദിയുള്ളവരാണ്. ബൈബിൾ സൊസൈറ്റിയുടെ റെപ്രസെന്റ് ചെയ്ത് ഞാനും സെക്രട്ടറി അച്ഛനുണ്ട്. അതുകൂടാതെ ട്രഷററും ബൈബിൾ സൊസൈറ്റിയുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന അതിൻ്റെ ഓഫീസേഴ്സും സ്റ്റാഫും ഇവിടെയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു റീത്ത് ഇപ്പോൾ തിരുമേനിയുടെ ഞങ്ങളുടെ ആദര സൂര്യമായി ഞങ്ങളുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് വെക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പല തിരുമേന്മാർക്കും പല ആൾക്കാർക്കും ഇവിടെ വ്യക്തിപരമായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ തന്നെയും അവർക്ക് പല കാര്യങ്ങൾ കാരണം പറഞ്ഞു. മോസ്റ്റ് റവറൻഡ് ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ്, മെട്രോപൊളിറ്റൻ പ്രസിഡന്റ് കേരള ഓക്സിലറി, മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ, മെട്രോപൊളിറ്റൻ ആൻഡ് ദ മാർത്തോമ ചർച്ച്, മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് എബ്രഹാം, 146 ബ്രാഞ്ചസും ആ ബ്രാഞ്ചസിലെ മെമ്പേഴ്സിൻ്റെയും എല്ലാവരുടെയും അനുശോചനം ഞങ്ങൾ ഈ സമയത്ത് നിങ്ങളെയും പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ദൈവം തമ്പുരാൻ ഈ ഇടയനെ നമുക്ക് തന്നതിനായിട്ടും ദൈവം തമ്പുരാൻ തിരുമേനിയുടെ വേർപാടുകൾ പുസ്തകത്തിൽ തമ്പുരാൻ അനുഗ്രഹിക്കുകയും ഇപ്പോൾ പ്രത്യേകമായ അറിയിപ്പ് നൽകട്ടെ. എഴുത്ത് സമർപ്പിക്കുന്നു. സെന്റ് ജോർജ് സൈക്കിളുകൾക്ക് വേണ്ടി എഴുത്ത് സമർപ്പിക്കുന്നു. ബഹുമാനായ കോട്ടയം പാർലമെന്റ് അംഗം തോമസ് ചാഴിക്കാടൻ ഇപ്പോൾ ചുരുങ്ങിയ വാക്കുകൾ അനുശോചനപ്പെടുത്തുന്നു.
കാലം ചെയ്ത സാമൂഹ്യത്തിന് തൻ്റെ ജീവിത ശരിയായി മാറ്റിയ ഇന്ത്യയാകെ പറന്നു നിന്നിരുന്നു എന്ന് നമുക്കറിയാം. സഭാപ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി പ്രവർത്തകനായിരിക്കുമ്പോൾ സുവിശേഷ വേലയോടുകൂടി വികസനത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ നിഷ്ഠുരമായതിനു ശേഷം അദ്ദേഹം ഈ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിനായി നൽകി ദുരിതമനുഭവിക്കുന്നവരെ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ അവരെ ഓടിയെത്തി തൊഴിലാളികൾ ദുരിതമനുഭവിച്ചപ്പോൾ തേയിലത്തോട്ടങ്ങൾ അടച്ചുണ്ടാക്കി അവർക്ക് ആശ്വാസം പകരാൻ ഓടിയെത്തിയ പിതാവായിരുന്നു സാമുവൽ തിരുമേനി. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മിലിഗാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രതിസന്ധിയിലായി പുനരുദ്ധരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയത് അഭിനന്ദ സാമുവൽ തിരുമേനിയാണ് എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് എന്ന നിലയിൽ, മോഡറേറ്റർ എന്ന നിലയിൽ ഒക്കെ അദ്ദേഹം ഈ പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവരോടുമുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിക്കുന്നു. யோவான் பேரலை சம்பந்தத்தில் தள்ளி இருக்கின்றோம். எங்களுக்கும் இந்த கேள்வி சேவைகளுக்கும் என்ன உறவு, எப்படி இந்த உறவை தந்தையை போல எங்களுக்கு இருக்கிறார்கள். கணவன் மர்காசி செய்கிறவர்கள் எங்களுக்கு ஒரு தந்தையை நாங்கள் கருதினால், இவர்கள் காலத்தில் எங்களுக்கு மருமகன் அவருடைய மறைவிற்கு நாசிரியத்துக்கு வந்த பொழுது நாசிரியத்தை பற்றி தெரிந்து கொண்டு நாசிரியத்த ஆலயத்தை வாங்கித்து நாசிரியத்தின் மீது ஒரு மிக பற்று கொண்டு எங்களுடைய ஐயா அவர்களும் மறைத்தும் பேசப்படுவது வட்டார்கள். அதற்கு காரணம் சிந்தையை வெளிப்படுத்தினார். அந்த சிந்தையை வெளிப்படுத்தும் பொழுது உன்னை போல் பிறனை நேசி, உன்னை போல் தாழ்ந்தவர்களை அவருடைய நடத்தைகளை கிறிஸ்துவை இறுதியாக பற்றிக் கொண்ட ஒரு ஜப வீரர், ஒரு வாழ்க்கை வீரர். அப்படிப்பட்டவருடைய நாம் அவருடைய வழியில் சென்று கனப்படுத்தும். அதுவே அவர்கள் செய்யும் அஞ்சலியாகும். நாங்கள் எங்களுடைய நிறுவனவர்கள் ஆசிரியர் பேராலய தலைமை நிறுவனவர்கள் திருமணத்தின் சார்பாக ஒரு ஆண்டு இரங்கலை தெரிவித்து உத்தியமம் செய்து உங்களுக்கு இரங்கலை தெரிவிப்பார். അടുത്തതായിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭ്യർത്ഥനായ അധ്യക്ഷൻ മാർ ജോസഫ് പുളിക്കൽ. உங்களுடைய அழைப்பை ஏற்று இந்த வாடகை வீட்டிலிருந்து அவருடைய வாழ்க்கையிலே பலவிதமான காரியங்களை எங்களுடைய செயலை நீ கற்றுக் கொடுத்திருக்கிறீர்கள். எப்படி வாழ வேண்டும் என்று கற்றுக் கொடுத்திருக்கிறீர்கள். அதை அவருடைய நினைவு கூறுகின்ற பொழுதெல்லாம் அவர்கள் செய்த காரியங்கள் எங்களுடைய அருமையான குடும்பத்திற்காக சொல்லிக்கிறேன். ஒவ்வொருவரையும் இந்த கரத்தில் அர்ப்பணிக்கிறேன். உற்றார் உறவுகளுக்காக சொல்லிக்கிறேன். ஆற்றை தேற்றி அரவணைக்கிறோம். இந்த அறலை உங்களுடைய பிரசனத்தை தந்து அவருடைய வாழ்க்கையில் இருக்கிற ஓட்டத்தில் பொறுமையோடு ஓடி முடிக்க உங்களுடைய பலத்தினாலே ஒவ்வொரு அறவை ஆண்டவர் இயேசு கிறிஸ்துவின் மூலம் தாழ்மையோடு வேண்டிக் கொள்கிறோம். எங்கள் அன்பின் பரம தந்தையே. ഏറ്റവും സാമൂഹ്യത്തിനുമേനി സ്വർഗസമ്മാനത്തിന് യാത്രയായിരിക്കുന്ന ധന്യമായ വേളയിൽ
വിശുദ്ധ ജീവിതത്തിന് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. തീർത്ഥാടക സമൂഹമായ സഭയെ നിത്യതയിലേക്ക് നയിച്ചുകൊണ്ട് ജീവിത രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് നിത്യതയിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഈ ധന്യമായ ജീവിതം കന്യാസമുദ്ര പൂർത്തിയാക്കി 1969 പുരോഹിതനായിട്ട് അഭിഷിക്തനായി തീർന്നു. അതിനുശേഷം തുടർന്ന് ഒരു തീക്ഷ്ണതയുള്ള പ്രേക്ഷിതനായിട്ട് അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ മോഡറേറ്ററായിട്ട് കാരുണ്യവാനും മനുഷ്യോത്സവ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ ഈ വന്യദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീ വാനമേഘങ്ങളെ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ എന്നേക്കും. എല്ലാവരോടും പ്രത്യേകിച്ച് തിരുമേനി ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. തിരുമേനിയുടെ ആദരണീയനായ പിതാവ് ഈ കഴിഞ്ഞ ദിവസം നിത്യസമ്മാനത്തിന് യാത്രയായി. കല്ലങ്ങാട്ട് പിതാവിന്റെ വേദനയിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളെ മുതിർന്ന മഹാരാജയെ സംബന്ധിച്ചിടത്തോളം അഭിമന്യ തിരുമേനി ഞങ്ങൾക്ക് ഒരു പിതൃതുല്യ സ്നേഹവും കരുതലും വാത്സല്യവും നൽകിയ വ്യക്തിയായിരുന്നു. 1972 മുതൽ 1980 വരെയുള്ള ദീർഘമായ ഒരു കാലഘട്ടം പ്രഖാൽ മിഷന്റെ താമസ സൗകര്യം വേണ്ടവണ്ണമില്ലാതെ വാഹനം വന്നപ്പോൾ തിരുമേനി പറഞ്ഞു, കഴിയുമെങ്കിൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ അതിൻ്റെ സമാപനത്തിന് ഞാൻ പറക്കാനിൽ വന്ന് സംബന്ധിക്കും. തിരുമേനി എങ്ങനെ യാത്ര എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. ഈ സമയത്ത് അഭിമന്യ തിരുമേനിയുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് മലയാള മഹാരാജവിലെ മിഷണറി ശുശ്രൂഷയിൽ മഹാരാജയിലും അതുപോലെ തന്നെ ശുശ്രൂഷ എന്നതിന് ഉപരിയായിട്ട് ഞങ്ങളെയൊക്കെ മക്കളെ പോലെ സ്നേഹിച്ച തിരുമേനിയുടെ ജീവിതത്തിന് മുമ്പിൽ ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദുഃഖം മനുഷ്യനെ രേഖപ്പെടുത്തും. ഈ സമയത്ത് മലയാള മഹാരാജയുടെ മിഷൻ ബോർഡിന് വേണ്ടി പ്പെടുത്തുകയാണ്. ദയവായി നിങ്ങൾ സഹകരിക്കുമല്ലോ. ചുരുങ്ങിയ വാക്കുകൾ ചുമതലയ്ക്കാനായിട്ടുള്ള ആനുഷ്ഠാനത്തിന് ക്ഷണിക്കുകയാണ്. ഒരിടെ ശ്രേഷ്ഠം യാത്ര ചെയ്യുവാനായിട്ട് ഈ മഹാനവമ ഇത്ര പ്രാർത്ഥനയോടും ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ വിശേഷ അഭിമന്യ തിരുമേനിയെ ഓർക്കുമ്പോൾ ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ലോകമെമ്പാടുമുള്ള മക്കൾ ഇത്രയും അധികം അനുശോചനങ്ങളും പ്രാർത്ഥനകളും എഴുതുമ്പോൾ അദ്ദേഹമായിരിക്കും. ഒരുപക്ഷെ വേദനയോടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തീരുമാനങ്ങളായിരിക്കട്ടെ. എല്ലാവിധമായ അനുശോചനങ്ങൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന കണമൂല ഐതിഹ്യ വൈദ്യത്തിൻ്റെ പേരിലും എൻ്റെ മാതൃ ഡയസിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. ഇപ്പോൾ ലോക്സഭ അംഗമായ ബഹുമാനുള്ള PC തോമസ് അവരുടെ ക്ഷണിക്കുന്നു. ഏറ്റവും അഭിമന്യരായ തിരുമേനിമാരെ, ഏറ്റവും ബഹുമാനരായ വൈദികരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ഏറെ ദുഃഖത്തോടെ മാത്രമാണ് സാമൂൽ തിരുമേനിയുടെ വിയോഗത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നത്. അദ്ദേഹം സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നാടിന് വേണ്ടിയും രാഷ്ട്രത്തിന് വേണ്ടിയും ചെയ്ത സേവനങ്ങൾ ചിന്തിച്ചാൽ അത് എത്രയോ കൂടുതലാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലോകത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരു മാറ്റമുണ്ടായാലും ഒരു വലിയ ലോകത്തേക്ക് അദ്ദേഹം ചെല്ലും എന്നുള്ളതിന് സംശയമില്ല. അവിടെ അദ്ദേഹത്തിന് വലിയ ദൗത്യമുണ്ടാവും. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ ലോകത്തിന് വേണ്ടിയും വളരെ കൂടുതലായിട്ട് സഭയ്ക്ക് വേണ്ടി ഉൾപ്പെടെ അദ്ദേഹത്തിന് ഇനിയും ചെയ്യുവാൻ കഴിയും എന്നുള്ള പ്രത്യാശയോടെ അദ്ദേഹത്തോട് വളരെ അടുത്ത ബന്ധമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം ലോക്സഭ അംഗമായിരിക്കുമ്പോഴും കേന്ദ്രത്തിൽ ഒരു മന്ത്രി പദവി അലങ്കരിച്ചപ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ചില ഉപദേശങ്ങൾ എത്രമാത്രം പ്രയോജനകരമായിരുന്നു എന്നുമൊക്കെ ബഹുമാനിയായ ചെയർമാൻ ശ്രീ PJ ജോസഫിന് വേണ്ടി ഒക്കെ അർപ്പിച്ചുകൊണ്ടും നിങ്ങളോട് ഓരോരുത്തരോടും പിതാക്കന്മാരെ
പാസ്റ്ററെ, സഭാമക്കളെ, ഈ മഹാനുടെയും ഈ കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കെടുക്കുവാനായി പിതാവ് കറങ്ങാട് പിതാവ് നമ്മുടെ മധ്യമുണ്ട്. പ്രവേശിച്ചു. ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ടതാണ്. എങ്കിലും ആ കുടുംബത്തിൻ്റെ പേരുടെ മധ്യത്തിൽ ഞാൻ കറങ്ങാട് പിതാവിനെ ഞങ്ങളെല്ലാവരും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യും. ഇപ്പോൾ പിതാവ് നമുക്ക് വേണ്ടി ഇടവയുടെ പേരിൽ അഭിനയ ഫ്രാൻസിസ് തിരുമേനിയുടെ പേരിൽ അനുശോചനം അറിയിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. അദ്ദേഹം കേരള ഡയസിന്റെ രണ്ടാമത്തെ ബിഷപ്പ് എന്ന് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം 2 തവണ നമ്മുടെ ഈ സഭയുടെ ഏറ്റവും സമുന്നതമായ സ്ഥാനം മോഡറേറ്റർ ബിഷപ്പ് എന്ന നിലയിൽ മായ സഹോദരങ്ങളുടെ വഴിയെല്ലാം അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. നല്ല വചന പ്രവർത്തകനായിരുന്നു. ഈശോയെ കൂട്ടുപിടിച്ച് ജീവിച്ച ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകട്ടെ എന്ന് ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട VS ഫ്രാൻസിസും പ്രാർത്ഥനയും ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രദേശത്ത് ഈ ഈസ്റ്റ് കേരള ഒരു ഗവൺമെൻറ്റിൻ്റെ മുൻ മേലധ്യക്ഷൻ എന്ന നിലയിൽ വളരെയേറെ അവരോടുള്ള കലാരൂപതയിലെ അടുപ്പവും ഇഷ്ടവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് എൻ്റെ സ്നേഹത്തെയും കോട്ടയം ജില്ലാ പ്രസിഡന്റ് ചുരുക്കമായിട്ട് പറയുവാനായിട്ട് പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു. 3 മണിക്ക് ശുശ്രൂഷ ആരംഭിക്കുന്നു. ഇത് സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. കൈപിടിച്ചുയർത്തിയത് അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് CSI സഭ. സമൂഹത്തിൻ്റെ ഇടയൻ എന്ന നിലയിൽ ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് KJ സാമുവൽ തിരുമേനി നമ്മോടൊപ്പം ജീവിച്ച് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം CSI സമൂഹത്തിന് നന്ദി അറിയിക്കുന്നതിന് തുല്യമാണ്. നദിയിലെയും മേലുകാവ് പാലാ നിയോജക മണ്ഡലം മൂലമുള്ള ചെറിയ മനുഷ്യരുടെ, എളിമയുള്ള മനുഷ്യരുടെ സ്നേഹവും പ്രാർത്ഥനയും ബിഷപ്പമ്മ, ബഹുമാനയുടെ അമ്മ കൊച്ചമ്മ നടന്നുവരുന്നവരെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അനുശോചനം അറിയിക്കുവാനായിട്ട് ക്ലർജി സെക്രട്ടറി ജോസഫ് ജോർജ് അച്ഛനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൊല്ലംകൊട്ടാരക്കര മഹാനഗരെ സംബന്ധിച്ചോളം ഒരിക്കലും കൊല്ലംകൊട്ടാരക്കര മഹാനഗര രൂപീകരണവുമായി ബന്ധപ്പെട്ട് വിവിധ സന്ദർഭങ്ങളിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലംകൊട്ട വിദേശത്താണ്. പിന്നെ തിരുമേനിയുടെ പേരിലുള്ള അതിരാജ്യ മഹായിടവ അഡ്വൈസ് സെക്രട്ടറി ദാരിൽ സാർ, ട്രഷറായിരിക്കുന്ന അനുഭൂതിയുടെ വക്കിയുടെ പേരിലുള്ള അതിരാജ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാർത്ത സ്മരിക്കുന്നു. ദൈവത്തെ ആശംസിക്കുമാറാകട്ടെ. ഏറ്റവും സ്നേഹമുള്ള ഷോൺ ജോർജ് ഒരു വാക്കിൽ
ചുരുക്കമായിട്ട് അനുശോചിക്കാൻ വേണ്ടി. ഏറെ ബഹുമാനായ ദാനിയേൽ സഹോദരങ്ങളെ, ഒരു ജനപ്രതിനിധി എന്നത് പിതാവ് നഷ്ടപ്പെട്ട വേദനയോടുകൂടിയാണ് ഞങ്ങളുടെ കുടുംബമുള്ളത്. എൻ്റെ വല്യപ്പൻ്റെ സഹപാഠി ഇന്നലെ എൻ്റെ പിതാവ് ശ്രീ PC കാരണക്കാരനാണ് സാമൂഹ്യ തിരുമേനിയാണ്. ചാക്കോച്ച എന്നല്ലാതെ തിരുമേനി എന്നെ ഒരിക്കലും വിളിച്ചിട്ടില്ല. അത്രയും കരുതൽ മനസ്സിൽ തന്നെയാണ് പറയുന്നത്. അത്രയും കരുതലും ഈ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളുടെയും കുടുംബത്തിൽ തിരുമേനി വലിയ ജനസമൂഹങ്ങളുടെ സാക്ഷിയാണ്. CSI സഭാ സമൂഹത്തിനും മാത്രമല്ല ഈ വലിയ മനുഷ്യൻ്റെ അന്ത്യയാത്രയ്ക്കാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അനുശോചനങ്ങളും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. അഭിനന്ദന്മാരെ, അച്ഛന്മാരെ, കർത്താവിനെ പ്രാചീന കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അഭിനന്ദ സാമ്യൽ തിരുമേനിയും ഞാനും തമ്മിലുള്ള കൊച്ചമ്മയുടെ സഹോദരിയാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ്. ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കുടുംബമാണ് പ്രാചീന കുടുംബം. അതിൽ എനിക്ക് തോന്നുന്നു 5 ഇന്ന് വയനാട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെല്ലാം ശോധന സമയത്ത് അറിയുന്നു. ഞങ്ങൾ തിരുമേനി വിളിക്കുന്നത് എന്ന് വിളിക്കും. എന്നെ തോമസൻ എന്നുള്ള വിളിക്കുക, എന്നെ ലിറ്റി എന്ന് വിളിക്കും. എൻ്റെ അനിയനുണ്ട്, അവനെ തെന്നിന്ന് വിളിക്കും. ഇങ്ങനെ പേര് ഈ സമയത്ത് ഓർന്നിട്ട് പലപ്പോഴും പല കാര്യങ്ങളും എൻ്റെ മകൻ്റെ കല്യാണത്തിനും മകൻ്റെ ആദ്യത്തെ മകൻ്റെ മാമോദീസയ്ക്കും എല്ലാം പിന്നെ തിരുമേനി സംഗീതത്തിനായിരുന്നു. വയനാട്ടിലുള്ള പല കാര്യങ്ങളിലും ചെയ്തതാണ്. കുടുംബമായിട്ട് അത്ര ബന്ധമുണ്ട്. എല്ലാ അനുശോചനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു. തിരുവനന്തപുരം എംപ്ലോയീസ് അസോസിയേഷൻ ഈ സമയത്ത് അറിയിക്കുന്നു. തിരുവനന്തപുരം ക്രൈസ്റ്റ് ചർച്ച് വേണ്ടി ഈ സമയത്ത് അറിയിക്കുന്നു. CSI ഡയസസ് സന്നദ്ധ അസോസിയേഷൻ ബന്ധം അറിയിക്കുന്നു. ശ്രീ മാത്യു സ്റ്റീൽ MSCM സ്റ്റേറ്റ് കമ്മിറ്റി അറിയിക്കുന്നു.
ഇന്ന് കാണുന്ന തരത്തിൽ ആ സഭ വളർന്നതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അഭിമന്യ തിരുമേനിക്കാണ്. തിരുമേനി മൂവാറ്റുപുഴ സഭയിൽ വന്ന് അവിടെ ഒരു സഭയ്ക്ക് വരുമാനം നൽകുന്ന വിധത്തിൽ, മഹാടവയ്ക്ക് എന്നും വരുമാനം നൽകുന്ന വിധത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുകയും വൈദികനിൽ നിന്നും ഒരു ബിഷപ്പായി അവരോധിക്കപ്പെടുകയും കേരള മഹാടവയുടെ രണ്ടാമത്തെ ബിഷപ്പായി വന്നു ചേരുകയും ചെയ്തത്. തിരുമേനിയുടെയും കൊച്ചമ്മയുടെയും ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മൂവാറ്റുപുഴ സഭയ്ക്കും ആ ദേശത്തിനും തിരുമേനിയിൽ നിന്നും ലഭിച്ച എല്ലാ നന്മയ്ക്കായും നേതൃത്വത്തിനായും ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അത് ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അഭിമന്യ തിരുമേനിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയമക്കളെ, കൊച്ചുമക്കളെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൂവാറ്റുപുഴ സഭയിലെ എല്ലാ ജനങ്ങളുടെയും ദുഃഖവും അനുശോചനവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. വയ്ക്കുന്നു. സെന്റ് മത്യോസ് CC ചർച്ച് മേമാരി വയ്ക്കുന്നു. എംപ്ലോയീസ് അസോസിയേഷൻ ഇറിഗേഷൻ ഡിവിഷൻ എംപ്ലോയീസ് അസോസിയേഷൻ എറണാകുളം അനുശോചന വാക്കുകൾ, ചുരുക്കം വാക്കുകൾ അനുശോചന വാക്കുകൾ. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനും സാമൂഹ്യ തിരുമേനിയുടെ നിര്യാണത്തിന് അവിടുത്തെ മുഴുവൻ ജനങ്ങളും പല ഭാഗത്തു നിന്നും കടന്നു വന്ന് വളരെ ഹാർദമായിട്ട് അവരെ എല്ലാവരെയും തിരുമേനി പേര് വിളിച്ച് അവരെ അഭിസംബോധന ചെയ്യുകയും അവരോടൊപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്തത് എന്നും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. എപ്പോഴും സ്നേഹത്തോടും വളരെ വാത്സല്യത്തോടും കൂടി മാത്രം ഇടപെടുകയും ഞങ്ങളെല്ലാവരെയും കരുതുകയും ചെയ്ത അനുശോചനം രേഖപ്പെടുത്തുന്നു. അസോസിയേഷൻ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇതിനുശേഷമായിട്ട് അഭിവൃദ്ധിയുടെ മാതൃകയായ ഇടപെടി സെന്റ് ലൂക്സ് സഭ അവിടെ എലപ്പള്ളി പയർ പ്രീത സമർപ്പിക്കുന്നു. എലപ്പള്ളി സഭ വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, സഭ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന പ്രിയമുള്ള മക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈസ്റ്റ് കേരള മഹാനഗരെ സംബന്ധിച്ച് കഴിഞ്ഞ ഞായറാഴ്ചയുടെ തിരുമേനിയുടെ ജന്മനാടായ ഞങ്ങളുടെ നാട് ഏകമുദ്രിക്കുന്നതായ വളരെ ചെറിയ ഗ്രാമപ്രദേശം, ഈ ലോകത്തിലെ ആയുഷ്കാല സഭ അംഗവും CSI ഈസ്റ്റ് കേരള ഡയോസിസിന്റെ 17 വർഷത്തെ എല്ലാവരെയും തുടർന്നും അനുഗ്രഹിക്കും. സഭയോട് സ്തോത്രം ചെയ്യുന്നു. അനുസ്വരവാക്കൾക്ക് നന്ദിക്കുന്നു. പ്രീത സമർപ്പിക്കുന്നു. എലപ്പള്ളി സൺഡേ സ്കൂൾ പ്രീത സമർപ്പിക്കുന്നു. എലപ്പള്ളി CMS UP സ്കൂൾ പ്രീത സമർപ്പിക്കുന്നു. എലപ്പള്ളി സഭ പ്രീത സമർപ്പിച്ചതിന് ശേഷം ഇപ്പോൾ അംഗമായിരിക്കുന്ന കേരള സഭ കേരള യൂത്ത് മൂവ്മെന്റ് റീത്ത സമർപ്പിക്കുന്നു. കേരള യൂത്ത് കേരള സഭയ്ക്ക് ശേഷം കത്തീഡ്രൽ സഭ റീത്ത് സമർപ്പിക്കും. അനുസ്വര വാക്കുകൾ അറിയിക്കുന്നു. തുടർന്ന് കീഴ്ലാൻഡ് സഖ്യം, കീഴ്ലാൻഡ് ഇടവകയുടെ സീനിയർ കീഴ്ലാൻഡ് ഇടവകയുടെ എംപ്ലോയീസ് ആൻഡ് പെൻഷൻസ് അസോസിയേഷൻ സമർപ്പിക്കുന്നു. ബഹുമാനമുള്ള വൈദികരെല്ലാവരും
റോബി കീഴിലാൻ്റെ സൺഡേ സ്കൂളിന് വേണ്ടി റീത്ത് സമർപ്പിക്കുന്നു. കീഴിലാൻ്റെ ചർച്ച് കമ്മിറ്റി റീത്ത് സമർപ്പിക്കുന്നു. കീഴിലാൻ്റെ സഭയ ആദരാഞ്ജലിക്ക് ശേഷമായി വീടുകാവ് ക്രൈസ്തവ സഭയുടെ ഇടപെട അഭിനന്ദിയ തിരുമേനിക്ക് ആദരവ്. ക്രൈസ്തവ സഭയുടെ ഗായക സംഘം, സൺഡേ സ്കൂൾ, യൂത്ത് മൂവ്മെന്റ്, വുമൻസ് ഫെലോഷിപ്പ്, പ്രയർ ഫെലോഷിപ്പ് ആദരസൂചകമായി സമർപ്പിക്കുന്നു. സഭ ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷമായിട്ട് ഈസ്റ്റ് കേരള മഹായിടവക സ്ത്രീക സംഘത്തിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മറ്റ് തിരുമേനികൾ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, തിരുമേനിയുടെ കുടുംബാംഗങ്ങളെ, മേലുകാവിനെ സംബന്ധിച്ചിടത്തോളം 1979 മുതൽ 5 വർഷക്കാലം അന്ന് ക്രൈസ്തവത്തിലേക്ക് 1979 എത്രയും സ്നേഹവും ബഹുമാനമുള്ള KJ സാമുവൽ തിരുമേനി അന്ന് വൈദികനായിട്ട് അച്ഛനായിട്ട് ഇവിടെ ചാർജ് എടുക്കുകയാണ്. 79 നേതൃത്വം നൽകി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവർ കത്തീഡ്രൽ സഭയ്ക്ക് നേതൃത്വം നൽകി. ഞങ്ങളുടെ അച്ഛനെ അന്ന് ഞങ്ങൾക്ക് അച്ഛനായിരുന്നു. ദൈവത്തിന് ഞങ്ങൾ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുമേനിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അനേക കാര്യങ്ങൾ കത്തീഡ്രൽ സഭയുടെ മേലോകാവിന്റെ ഈ കാണുന്ന അഭിവൃദ്ധി മുഴുവൻ അല്ലെങ്കിൽ മുക്കാൽ പങ്കും മുഴുവൻ സമയവും ചെലവഴിച്ച ഒരു തിരുമേനിയായിരുന്നു നമുക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട തിരുമേനിയെ കുറിച്ച് കോഓപ്പറേറ്റീവ് ബാങ്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. എല്ലാ മേലോകാരും ബഹുമാനപ്പെട്ട തിരുമേനിയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ ദുഃഖം, മേലുകാവുകാരുടെ ദുഃഖം ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമല്ല. ഞങ്ങൾ വാക്കുകൾ പറയാനില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളുടെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആദ്യം റീത്ത് സമർപ്പിക്കുന്നതിനായിട്ട് യുവജന പ്രസ്ഥാനത്തെ ക്ഷണിച്ചു. റീത്ത് സമർപ്പിക്കുന്നു. സൺഡേ സ്കൂളിൽ പോയിരുന്നു. റീത്ത് സമർപ്പിക്കുന്നു. അതിനുശേഷം സഭയുടെ സമയം
മഹാടവക ശ്രീന സംഘത്തിന് വേണ്ടി വേദന സമർപ്പിക്കുകയും ചുരുങ്ങിയ വാക്കുകളെ അനുശോചനം രേഖപ്പെടുത്തുകയും ബഹുമാനമുള്ള ഡാലി ഫ്രാൻസിനെ ക്ഷണിക്കുന്നു. അച്ഛന്മാരെ, ദുഃഖത്തിലായിരിക്കുന്ന ഏവരുമേ, മഹാടവക ശ്രീന സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരുമേനിയുടെ വേർപാട് വളരെ ദുഃഖമുണ്ടാക്കുന്നതാണ്. മഹാടവയെ വളരെയധികം സ്നേഹിക്കുകയും ശ്രീധരത്തെ സ്നേഹിക്കുകയും ചെയ്തതായ തിരുമേനി മഹാടവയുടെ എല്ലാ വളർച്ചയോടൊപ്പം തന്നെയും സംഘടനകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുകയും ശ്രീധര സംഗീതത്തിന് വേണ്ടി ആസ്ഥാന കേന്ദ്രമായ കേന്ദ്രഭവനം അടുത്ത് തരികയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത തിരുമേനിയുടെ കൊച്ചമ്മയുടെയും പ്രയത്ന കാലഘട്ടത്തിലാണ്. അത് ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. തിരുമേനി കൊച്ചമ്മമാരുടെ കാര്യങ്ങൾ കരുതുന്നതും സഹകരിക്കുന്നതെല്ലാം ഞാൻ ഈ സമയം ഓർക്കുന്നു. അതോടൊപ്പം തന്നെ തിരുമേനിയുടെ ചെയ്യുന്നു. തിരുമേനിയുടെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും സർവശക്തനായ ദൈവം സമാധാനത്താൽ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ പേരിലും അതോടൊപ്പം മഹാടക ശ്രീസംഖ്യ എല്ലാവരുടെയും മേലുള്ള അനുശോചനത്തിന് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പുതിയുള്ള മഹാടവയുടെ അനുശോചനം പ്രാർത്ഥനയിലേക്കുവാനായി പുതിയുള്ള മഹാടവയുടെ അതിനായ അധ്യക്ഷൻ യുവതിനായ ഡോക്ടർ മറിയൽ സഭ കൊച്ചിനെ ക്ഷണിക്കുന്നു. അഭിശുചിയിൽ പങ്കെടുക്കുന്ന സാമുവേൽ തിരുമേനിയുടെ വേർപാടുകൾ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമുവേൽ തിരുമേനിയെ ഓർക്കുമ്പോൾ ബിഷപ്പാണ് തിരുമേനിയുടെ ലഭിച്ച എല്ലാ നേതൃത്വങ്ങളെയും ദൈവത്തിന് സ്തോത്രം ചെയ്യും. പർക്കാൽ മിഷണറി എന്നതാണ് കുടുംബമായി പോയി പാർത്ത ഒത്തിരി പ്രതികൂലതകളുടെ സാഹചര്യം. യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ലാതിരുന്ന ഒരു ദേശത്ത് ഒരു സ്ഥലത്ത് ദീർഘവർഷങ്ങൾ പോയി ശുശ്രൂഷ ചെയ്യുവാൻ അക്ഷരത്തിൻ്റെ വെളിച്ചം അവയുള്ളവർക്ക് നൽകുവാൻ യേശുകർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ തിരുമേനി കുടുംബമായി എടുത്ത ശ്രദ്ധേയമായ ഇടപെടൽ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അവയിൽ നിന്നുള്ള ധാരാളം ആളുകൾ എന്നെ വിളിച്ചു. അവർക്ക് സംസ്കാര ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെയൊക്കെ ആദരവ്, അനുശോചനം പ്രക്കാലിലും ജനുവരിയിലുമുള്ള വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചോളവും വളരെ കരുതലോടെ എൻ്റെ ഓരോ ഉറച്ച ഘട്ടങ്ങളിലും എന്നെ കരുതി സ്നേഹിച്ചതിന് വേണ്ടി തിരുമേനിയോട് ലഭിച്ചുള്ള എല്ലാ ഉപദേശങ്ങളും അതൊക്കെ പ്രത്യേകം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മഹായിടവയുടെ വാക്കുകൾ മഹായിടവയെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. മലയാള സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ചുരുങ്ങിയ വാക്കുകളിൽ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ സഹോദരി സഹോദരന്മാരെ, ബിഷപ്പ് കെ സാമുവേൽ തിരുമേനിയുടെ കുടുംബാംഗങ്ങളെ, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങന്മാരെ മുഴുവനായും പ്രതികൂലമായി ബാധിക്കുന്ന റിസർവേഷനെതിരായ ഒരു വിധി വന്നപ്പോൾ ഹൈക്കോടതിയുടെ ആ തെറ്റായ വിധിക്കെതിരെ എന്ത് ചെയ്യും എന്ന് പകച്ചു നിന്ന സമയത്ത് ഈ ഇടുത്തിയെ എങ്ങനെ നേരിടും തിരുവേടിൻ്റെ എം.എൽ.എ. വാർഡ് ഇദ്ദേഹത്തിൽ നമ്മുടെ നേതൃത്വമായിട്ട് സ്വാഗതം ചെയ്യുന്നു. തിരുവനായ തോമസ് കെ സമൂഹത്തിലേക്ക് സമർപ്പിക്കുന്നു. തിരുവനായ തോമസ് സമൂഹത്തിലേക്ക് തിരിച്ചുവരാൻ അറിയുന്നതാണ്. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഞാനും പങ്കുചേരുകയാണ്. ദൈവത്തിന്
ഹൃദയംഗമായ നന്ദി അർപ്പിക്കുകയാണ്. വളരെ ശക്തനായ ഒരു സഭാ നേതാവായിരുന്നു അഭിമന്യ തിരുമേനി. നമ്മുടെ നാട്ടിൽ ചില പേരുകൾ അഭിമന്യ KJ സാമുവൽ തിരുമേനിയുടെ പേരിൽ അതിൻ്റെ ഒരു ഭാഗം എൻ്റെ പേരിലുണ്ട് എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. മോഡറേറ്റർ തിരുമേനിക്ക് വേണ്ടി നമ്മളുടെ സഭ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ പേര് എൻ്റെ മനസ്സിലും വരാറുണ്ട്. തിരുമേനിയുമായി എനിക്ക് വ്യക്തിപരമായും സഭാപരമായിട്ടുള്ള ആഴമേറിയ ബന്ധമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, എൻ്റെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷന് മുഖ്യ കാരണം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അങ്ങനെ തിരുമേനിയുമായി ആരംഭിച്ച സൗഹൃദം എന്നും നിലനിർത്തുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നു. തിരുമേനി ശാരീരികമായുള്ള ക്ഷീണത ആയിരുന്നെങ്കിലും ഇവിടെ മേലുകാവിൽ വന്ന തിരുമേനിയുടെ ഭവനത്തിൽ തിരുമേനിയെ സന്ദർശിക്കുവാനും